ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സ്ലീപ്പ്? ക്ലിനിക്കിൽ വരുമ്പോൾ പല പേഷ്യൻസും പറയാറുള്ളൊരു കാര്യമാണ്, എനിക്ക് ഉറങ്ങാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നു, ഇനി ഉറങ്ങിയാലോ കൂടുതൽ സമയം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, എനിക്ക് എത്ര ഉറങ്ങിയിട്ടും മതിയാവുന്നില്ല, അതുപോലെ ഉണർന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് തോന്നുന്നില്ല. ഇതിനുള്ള പ്രധാന കാരണം നിങ്ങളുടെ ഉറക്കത്തിൽ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് ഒരു സ്ട്രെസ്ഫുൾ ബ്രീത്തിങ് ആയിരിക്കും. ഈ രോഗാവസ്ഥയ്ക്കാണ് അപ്പർ എയർവേ റെസിസ്റ്റൻസ് സിൻഡ്രം അല്ലെങ്കിൽ UARS എന്ന് പറയുന്നത്. ഇത് പല യങ്സ്റ്റേഴ്സും ഇന്ന് തിരിച്ചറിയാതെ പോകുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇതിനോടനുബന്ധിച്ച് കണ്ടുവരുന്ന അസോസിയേറ്റഡ് സിംറ്റംസ് ആണ് മൈഗ്രെയിൻ ഹെഡേക്ക്, ഡിസ്റ്റർബ് സ്ലീപ്പ്, ക്രോണിക് ഫെറ്റിഗ് എന്ന് പറഞ്ഞാൽ പകൽ ക്ഷീണം കൂടുതൽ, വെർട്ടിഗോ ഡിസ്നെസ് തലവെട്ടൽ, തലക്കറക്കം, ലോ എനർജി, സ്ലീപ്പി ഡ്യൂറിങ് ദി ഡേ പകൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥ, ലാക്ക് ഓഫ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ ഒന്നിലും ശ്രദ്ധ ചെലുത്താൻ പറ്റാത്ത അവസ്ഥ, കൂടെയുള്ള അലർജീസ് അല്ലെങ്കിൽ അസിഡിറ്റി പ്രോബ്ലംസ്. ഈ URS ഉള്ള പേഷ്യൻസിൽ അവരുടെ നേസൽ കനാലും എയർവേ ശ്വാസനാളവും തീരെ നാരോ ആയി ചുരുങ്ങിയിരിക്കുന്ന മൂലം അവർ ഇൻഹെയിൽ ചെയ്യുന്ന ശ്വസിക്കുന്ന എയർ ഈ നാരോ പാസേജിലൂടെ കടന്നു പോകുമ്പോൾ അതിന് കൂടുതൽ റെസിസ്റ്റൻസ് അനുഭവപ്പെടുകയും അതുമൂലം ഇൻഹെയിൽ ചെയ്യുന്ന എയറിൻ്റെ ശ്വസിക്കുന്ന എയറിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നതിനാണ് ഫ്ലോ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് കൂടുതൽ എഫേർട്ട് കൊടുത്ത് ബ്രീത്ത് ചെയ്യേണ്ടി വരുന്നതിനാൽ എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ബ്രീത്തിങ് ആയിരിക്കുകയും അത് കാരണം അവരുടെ ബോഡിയിൽ ഓക്സിജൻ ലെവൽ കുറയുകയും ചെയ്യുന്നു. ഇതിനാണ് ഹൈപ്പോക്സി എന്ന് പറയുന്നത്. ഈ ഹൈപ്പോക്സിയാണ് ഒരു പരിധിവരെ എല്ലാ മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ അല്ല പല മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെയും പ്രധാന കാരണം. അതുപോലെ ഇനി URS ഉള്ള പേഷ്യൻസിൽ ഈ സ്ട്രെസ്ഫുൾ ബ്രീത്തിങ് കാരണം അവരുടെ ബ്രെയിൻ എപ്പോഴും അലേർട്ടായിരിക്കുകയും അവർക്ക് ഒരിക്കലും ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവരുടെ ശരീരത്തിൽ ഈ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഹോർമോൺ എസ്പെഷ്യലി കോർട്ടിസോൾ ഹോർമോണിൻ്റെ ലെവൽ ക്രമാതീതമായി കൂടുതലായിരിക്കും. അതുമൂലം അവർക്ക് എപ്പോഴും ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ, ദേഷ്യം കൂടുതലായിരിക്കും, എക്സസീവ് സ്വെറ്റിംഗ്, ഇൻക്രീസ് ബോഡി ടെമ്പറേച്ചർ, അതുപോലെ എപ്പോഴും ഒരു സഫോക്കേഷൻ അല്ലെങ്കിൽ എയർ ഹങ്ങർ എന്നിവ കൂടുതലായിരിക്കും. അതുപോലെ നമ്മുടെ ഇടയിൽ പല ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ മാത്രമാണ് ഈ ഉറക്കക്കുറവിൻ്റെയും അല്ലെങ്കിൽ ഉറക്കത്തിലുള്ള ശ്വാസതടസ്സത്തിൻ്റെയും പ്രധാന കാരണമെന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ യങ് ഏജിൽ തന്നെ ട്രീറ്റ് ചെയ്യാത്ത UARS അപ്പർ എയർവേ റെസിസ്റ്റൻസ് സിൻഡ്രമാണ് പലപ്പോഴും സ്ലീപ്പ് ആപ്നിയായി പ്രായമാകുമ്പോൾ സ്ലീപ്പ് ആപ്നിയായി മാറുന്നത്. ഇനി ഒരു എയർവേ ഫോക്കസ് ഓർത്തോഡോണ്ടിസ്റ്റിന് ഇതെങ്ങനെ കറക്റ്റ് ചെയ്യുമെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നേസൽ ബ്രീത്തിങ് വിത്ത് ഐഡിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാക്സില എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അപ്പർ ജോ മാക്സില. ഈ മാക്സിലയുടെ നമ്മുടെ വായുടെ മുകൾ ഭാഗത്തുള്ള ഈ ബോണിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ അടിഭാഗമാണ്. വൺ പീസ് ഓഫ് ബോൺ വിച്ച് സെപ്പറേറ്റ്സ് ഓറൽ ക്യാവിറ്റിയും നേസൽ ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സെയിം ബോണാണ്. അപ്പോൾ ഈ മാക്സില തീരെ കൺസ്ട്രക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ നേസൽ ഏരിയ കൂടുതൽ കൺസ്ട്രക്റ്റഡ് ആകും. അപ്പോൾ നേസൽ ഫ്ലോർ തീരെ ചുരുങ്ങിയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ മാക്സിലയുടെ ഈ പലറ്റൻ ബോണിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ MSC മാക്സിലറി സ്കെലിറ്റൽ എക്സ്പാൻഡ് എന്ന സ്ക്രൂ വെച്ച് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതർ സൈഡ് ഈ ബോണിൻ്റെ മറുവശം എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ നേസൽ ഫ്ലോർ കൂടുതൽ വൈഡൻ ചെയ്യുകയും നേസൽ വോളിയം കൂട്ടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നേസൽ വോളിയം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവം, നമുക്ക് മൂക്കിൽ കൂടെ ബ്രീത്തിങ് ഭയങ്കര ഈസിയാവും. അങ്ങനെ ആ നേസൽ ബ്രീത്തിങ് വന്നാൽ ബ്രീത്തിങ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റുകയും നേരത്തെ പറഞ്ഞ പല സിംറ്റംസിനും ഗണ്യമായി കുറവ് വരുത്താൻ സാധിക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ കറക്റ്റ് ചെയ്ത കുറച്ച് കേസുകൾ നമുക്ക് കാണാം. ഫസ്റ്റ് പേഷ്യൻറ്റ്, ഇത് 30 വയസ്സുള്ളൊരു പേഷ്യൻറ്റ്, ട്രിവാൻഡ്രത്തുനിന്നാണ് വന്നത്. ഇവർ വന്നപ്പോൾ അവരുടെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മൈഗ്രെയിൻ ഹെഡേക്ക്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, സ്ലീപ്പ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകുന്നു, അതുപോലെ രാവിലെ എണീക്കും ഭയങ്കര ക്ഷീണം, ബ്രെയിൻ ഫോഗ് എന്നിവയായിരുന്നു ഇവിടെ ചീഫ് കംപ്ലയിൻറ്റുകൾ. പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തപ്പോൾ പേഷ്യൻറ്റിൻ്റെ അപ്പർ ജോയും ലോവർ ജോയും തീരെ കൺസ്ട്രക്റ്റഡ് ആയി ചുരുങ്ങിയിരിക്കുന്നതായി കണ്ടു. ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി എടുത്തപ്പോൾ പേഷ്യന്റിന് ഇൻസോമിനിയ, ഉറക്കം വരാൻ താമസം, ഫ്രീക്വന്റ് അലർജീസ്, ഉറക്കത്തിൽ കൂർക്കം വലി, മൂക്ക് എപ്പോഴും അടഞ്ഞിരിക്കുന്ന അവസ്ഥ, അതുപോലെ പേഷ്യന്റിന് അഡൽട്ട് ADHD സിംറ്റംസ് ലൈക്ക് പ്രൊക്രാസ്റ്റിനേഷൻ, മറവി, ഡിഫിക്കൽട്ടി ഇൻ ഫോക്കസിംഗ്, ദേഷ്യം കൂടുതൽ എന്നിവ ഉണ്ടായിരുന്നു. ഇത്രയും സിംറ്റംസ് ഉള്ളതുകൊണ്ട് ഒരു CBCT സ്കാൻ സജസ്റ്റ് ചെയ്തു. ആ CBCT സ്കാനിൽ പേഷ്യന്റിന്റെ എയർവേ വോളിയവും മിനിമൽ ഏരിയയും തീരെ കുറവായി കാണപ്പെട്ടു. അതുപോലെ പേഷ്യന്റിന്റെ റൈറ്റ് സൈഡ് നേസൽ കനാൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയും അപ്പർ ജോ മാക്സിലയുടെ വിഡ്ത്ത് തീരെ കുറവായും കാണപ്പെട്ടു. ഈ കേസിൽ ഞങ്ങളുടെ ഡയഗ്നോസിസ് അപ്പർ എയർവേ റെസിസ്റ്റൻസ് സിൻഡ്രോം അല്ലെങ്കിൽ UARS എന്നതായിരുന്നു. ഇനി ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് വന്നു കഴിയുമ്പോൾ മാക്സിലറി സ്കെലിറ്റൽ എക്സ്പാൻഡർ MSC എന്ന അപ്ലയൻസ് ഉപയോഗിച്ച് അപ്പർ ജോ മാക്സില എക്സ്പാൻഡ് ചെയ്ത് നേസൽ വോളിയം കൂട്ടുക എന്നതായിരുന്നു. എന്നിവ 2 മാസത്തെ MSC ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ പേഷ്യന്റിന്റെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് പൂർണ്ണമായും മാറുകയും അതോടെ പേഷ്യന്റിന് ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച സിംറ്റംസിൽ കാര്യമായ കുറവ് അനുഭവപ്പെടുകയും ചെയ്തു.